ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക അധിനിവേശം ക്രമാതീതമായി ശക്തമാക്കുന്നതിനെതിരെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ കടുത്ത അസഭ്യവർഷവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. ഇറാനുമായി അമേരിക്ക നടത്തുന്ന അതീവ സങ്കീർണവും സുപ്രധാനവുമായ നയതന്ത്ര ചർച്ചകളെ ഇസ്രായേലിന്റെ ഈ നീക്കം ദോഷകരമായി ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ട്രംപ് ഫോൺ കോളിലൂടെ പൊട്ടിത്തെറിച്ചത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി വാഷിംഗ്ടണിൽ തീവ്രശ്രമം നടക്കുന്നതിനിടയിലാണ് ഈ അസാധാരണ സംഭവം ഉണ്ടായിരിക്കുന്നത്. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങളിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ വ്യോമാക്രമണം നടത്താൻ ഇസ്രയേൽ ഉത്തരവിടുകയും ദക്ഷിണ ലെബനനിൽ കരസേനാ നീക്കം വിപുലീകരിക്കുകയും ചെയ്തതിനു പിന്നാലെയാണ് ഇരു നേതാക്കളും തമ്മിൽ കടുത്ത വാഗ്വാദം നടന്നത്. ഇസ്രായേലിന്റെ ഈ നീക്കങ്ങൾ മേഖലയിൽ വലിയൊരു യുദ്ധഭീതി ഉണ്ടാക്കുകയും ടെഹ്റാനിൽ നിന്നുള്ള പുതിയ മുന്നറിയിപ്പുകൾക്ക് കാരണമാകുകയും ചെയ്തിരുന്നു. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ആക്സിയോസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം നെതന്യാഹുവിന്റെ ഇത്തരം നീക്കങ്ങൾ ഇസ്രായേലിനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുകയാണെന്നും ഇറാനുമായി യുഎസ് നടത്തുന്ന നയതന്ത്ര ശ്രമങ്ങളെ പൂർണ്ണമായും അപകടത്തിലാക്കുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഈ ഫോൺ സംഭാഷണത്തെക്കുറിച്ച് വിവരം ലഭിച്ച രണ്ട് യുഎസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ട്രംപ് നെതന്യാഹുവിനെ ഭ്രാന്തൻ എന്ന് വിളിച്ചുവെന്നും ഇതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെയാണ് ഇസ്രായേൽ നേതാവ് പ്രവർത്തിക്കുന്നതെന്ന് പരാതിപ്പെട്ടെന്നുമാണ്. സംഭാഷണത്തിനിടയിൽ ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിനക്ക് ശരിക്കും ഭ്രാന്താണ്. ഞാനില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ ജയിലിൽ കിടന്നേനെ. ഞാൻ നിന്റെ ജീവനാണ് ഇവിടെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവൃത്തി കാരണം ഇപ്പോൾ എല്ലാവരും നിന്നെ വെറുക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രയേലിനെ മുഴുവൻ ആളുകൾ വെറുക്കാൻ ഇത് കാരണമായി. കടുത്ത ദേഷ്യത്തിലായിരുന്ന ട്രംപ് ഒരു ഘട്ടത്തിൽ നീ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണ് എന്ന് ഉറക്കെ ചോദിച്ചതായും വിവരങ്ങളുണ്ട്. ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള ബെയ്റൂട്ടിന്റെ ദഹിയ മേഖലയിൽ ആക്രമണം നടത്താൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. ഇസ്രയേൽ അതിർത്തിക്കുള്ളിൽ ഹിസ്ബുള്ള നിരന്തരം വെടിനിർത്തൽ ലംഘിക്കുന്നു എന്നാരോപിച്ചായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. ഇതോടെ വലിയ തോതിലുള്ള വ്യോമാക്രമണം ഭയന്ന് ലബനീസ് തലസ്ഥാനത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്യാൻ തുടങ്ങി. ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്ന ഇറാൻ ലെബനനിലെ ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങൾ വാഷിംഗ്ടണുമായി നിലവിൽ നടത്തുന്ന ചർച്ചകളെ തകിടം മറിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയുമായുള്ള വലിയൊരു ധാരണയ്ക്ക് ലെബനനിലെ വെടിനിർത്തൽ അനിവാര്യമാണെന്ന് ഇറാൻ അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ഡ്രോൺ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ മറുപടി നൽകുകയാണെന്ന വാദം ട്രംപ് അംഗീകരിക്കുന്നുണ്ടെങ്കിലും നെതന്യാഹു ഈ സംഘർഷത്തെ അതിരുകടന്ന രീതിയിലാണ് വളർത്തുന്നതെന്ന് യുഎസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ലെബനനിലെ സാധാരണക്കാരുടെ മരണസംഖ്യ വർദ്ധിക്കുന്നതിൽ ട്രംപ് കടുത്ത ആശങ്ക രേഖപ്പെടുത്തുകയും ഒരൊറ്റ ഹിസ്ബുള്ള കമാൻഡറെ ലക്ഷ്യമിട്ട് വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങൾ നടത്തുന്നതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു. ഈ ഫോൺ കോൾ ഇസ്രായേലിന്റെ തീരുമാനത്തിൽ സ്വാധീനം ചെലുത്തിയതായാണ് വിവരം. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ഇനി ലക്ഷ്യമിടാൻ തങ്ങൾക്ക് പദ്ധതിയില്ലെന്ന് ഒരു ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് സമ്മതിച്ചു. ഇതിന് പിന്നാലെ താൻ നെതന്യാഹുവുമായി സംസാരിച്ചുവെന്നും ബെയ്റൂട്ടിലേക്ക് നീങ്ങിയിരുന്ന ഇസ്രായേൽ സൈനികരെ തിരിച്ചു വിളിച്ചുവെന്നും ട്രംപ് വ്യക്തമാക്കി. മധ്യസ്ഥർ വഴി ആക്രമണങ്ങൾ നിർത്താൻ ഹിസ്ബുള്ള സമ്മതിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ നെതന്യാഹുവുമായി ഞാൻ വളരെ ഫലപ്രദമായ ഒരു സംഭാഷണം നടത്തി. ഇനി ബെയ്റൂട്ടിലേക്ക് സൈന്യം പോകില്ല എന്ന് കുറിച്ചു. എന്നിരുന്നാലും ഇസ്രായേലിന്റെ സൈനിക നിലപാടുകളിൽ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെന്ന സൂചനയാണ് നെതന്യാഹു നൽകിയത്. ഈ ഫോൺ കോളിന് ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ദക്ഷിണ ലെബനനിൽ തങ്ങളുടെ സൈനിക നടപടികൾ തുടരുമെന്നും ഹിസ്ബുള്ള ആക്രമണം നിർത്തിയില്ലെങ്കിൽ ബെയ്റൂട്ടിന് നേരെ വീണ്ടും ആക്രമണം നടത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഞങ്ങളുടെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല എന്നാണ് നെതന്യാഹു പ്രസ്താവനയിൽ പറഞ്ഞത്. ഇറാൻ വിഷയത്തിലും പ്രാദേശിക സുരക്ഷയിലും ഇരു രാജ്യങ്ങളും തമ്മിൽ അടുത്ത ഏകോപനത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഈ സംഭവം ഇരു നേതാക്കളും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെയാണ് തുറന്നുകാട്ടുന്നത്. ട്രംപ് വീണ്ടും അധികാരമേറ്റ ശേഷം നെതന്യാഹുവുമായി നടത്തിയ ഏറ്റവും തർക്കമുയർന്ന സംഭാഷണങ്ങളിലൊന്നാണിതെന്ന് ഒരു യുഎസ് ഉദ്യോഗസ്ഥൻ വിവരിച്ചു. ലെബനൻ സംഘർഷം കാരണം യുഎസും ഇറാനും തമ്മിൽ അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നയതന്ത്ര ചർച്ചകൾ തകരുമോ എന്ന ആശങ്കയാണ് ട്രംപിന്റെ ഈ പ്രകോപനത്തിന് പ്രധാന കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.